സമകാലിക സമൂഹത്തിൽ കുട്ടികൾ നേരിടുന്ന സങ്കീർണമായ ജീവിത പ്രശ്നങ്ങളെ മുൻനിർത്തി ഒരു ഹ്രസ്വചിത്രം ഒരുങ്ങുന്നു. നാവായിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ സുൽജിത് ST കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും അഭിനേതാക്കളുമെല്ലാം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ്. ഞാൻ അനിൽകുമാർ ജി, നാവായിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിലെ HM ആണ്. നമ്മുടെ അധ്യാപകരും കുട്ടികളും ചേർന്ന് നിർമ്മിക്കുന്ന ഷോർട്ട് ഫിലിമാണ് വെളിച്ചത്തിലേക്ക് എന്ന സിനിമ. നമ്മുടെ കുട്ടികളിൽ വിവിധങ്ങളായ വിഷയങ്ങൾ ഉണ്ട്. ആ വിഷയങ്ങളിൽ ചില വിഷയങ്ങൾ എടുത്തുകൊണ്ടാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. കുട്ടികളുടെ സങ്കീർണമായ പ്രശ്നങ്ങൾ അധ്യാപകർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഈ സിനിമ കാണിക്കുന്നത്. ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും എൻ്റെ പേരിൽ അർപ്പിക്കുകയാണ്. എൻ്റെ പേര് ബിജു എന്നാണ്. അപ്പം ഞാൻ ഈ ഷോർട്ട് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് സുൽജിത് സാറിനോടൊപ്പം സഹകരിച്ച് വരുന്നു. സാറിന് അത്യാവശ്യം വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാറ് നമ്മളെ സമീപിക്കുകയും ഒക്കുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷോർട്ട് ഫിലിമാണ് സാറ് ചെയ്യുന്നത്. അപ്പം ഈ പാഠപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികൾക്ക് പാഠഭാഗവുമായി ബന്ധപ്പെട്ട് തന്നെ തിരക്കഥാ രചനയും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അതപ്പോൾ അവരുടെ അനുഭവത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ അവർ അതിൻ്റെ ഭാഗമാകുമ്പോൾ അവർക്ക് കൂടി ഇതിലെ എല്ലാ ഘട്ടങ്ങളും മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ പേര് വിജയകുമാർ. ഞാൻ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു അധ്യാപകനാണ്. സിനിമയും സീരിയലും എങ്ങനെയാണ് എടുക്കുന്നതെന്നും എങ്ങനെയാണത് സ്ക്രീനിൽ വരുന്നതെന്നും പലപ്പോഴും പല കുട്ടികൾക്കും അറിയാൻ സാധ്യതയില്ലായിരുന്ന ഒരു സമയത്ത് അവർക്കതിൽ പങ്കാളികളാകുവാനും അത് നേരിട്ട് അനുഭവിക്കുവാനും ഉള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായി. അതിന് സുൽജിത് സാറിനെയും അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിനെയും നമ്മൾ എപ്പോഴും ഓർക്കുന്നുണ്ട്. മാത്രവുമല്ല, കുട്ടികളുടെ പഠന ഭാരം ഒന്ന് കുറച്ച് അവർക്ക് ഉന്മേഷവും ഉത്സാഹവും മനസ്സിന് സന്തോഷമുണ്ടാക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഈ ഷോർട്ട് ഫിലിം കാണുന്നുണ്ട്. ആ ഷോർട്ട് ഫിലിമിന് വേണ്ടിയിട്ടുള്ള എല്ലാ നന്മകളും ഞാൻ നേരുന്നു. ചിത്രത്തിലെ ചിത്രീകരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. കുട്ടികൾ നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങളും ജീവിതത്തിലെ വെല്ലുവിളികളെയുമാണ് ചിത്രം വിശകലനം ചെയ്യുന്നത്. മാത്രമല്ല, അവർക്ക് തണലും താങ്ങുമായി മാറുന്ന അധ്യാപകന്റെ മാതൃകാപരമായ ഇടപെടലാണ് ചിത്രത്തിന്റെ അനാവരണം. നമസ്കാരം, എൻ്റെ പേര് സുൽജിത്ത്. ഞാൻ നാവായിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ HST മലയാള അധ്യാപകനാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികളെയും അധ്യാപകരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ഷോർട്ട് ഫിലിം എടുക്കുകയാണ്. വെളിച്ചത്തിലേക്ക് എന്നുള്ളതാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്, ടു ദ ലൈറ്റ്. അപ്പോൾ ഈ ഷോർട്ട് ഫിലിമിലേക്ക് വരാൻ കാരണം നമ്മുടെ പുതിയ പാഠ്യപദ്ധതി മാറി വന്നപ്പോൾ പഴയ പാഠ്യപദ്ധതിയിൽ ഉണ്ടായിരുന്നു ഹ്രസ്വചിത്ര നിർമ്മാണം, അതിൻ്റെ അഭിനയം, സാങ്കേതിക വശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ പാഠ്യപദ്ധതിയിൽ ഹാൻഡ് ബുക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഷോർട്ട് ഫിലിം എടുക്കണമെന്നുള്ളത്. അപ്പോൾ പാഠഭാഗങ്ങളിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുകയാണ് ഇതിൻ്റെ അക്കാഡമിക്കായിട്ടുള്ള ഒരു തലം. അപ്പോൾ അതുവഴി അതിൻ്റെ സാങ്കേതിക വശങ്ങൾ, ഡബ്ബിങ്, എഡിറ്റിങ്, മിക്സിങ്, അതുപോലെ തന്നെ അഭിനയത്തിൻ്റെ രീതികൾ, ഇതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുകയാണ്. ഈ പുതിയ പാഠ്യപദ്ധതി അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുകയാണ്. 2 എന്ന് പറയുന്നത് നമ്മുടെ ഇതിൻ്റെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ വ്യൂയിലൂടെ കാണുമ്പോൾ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് പുറത്തു വരുമ്പോൾ നമ്മുടെ ഒരു കുട്ടികളുടെ കൂട്ടായ്മ, ഒരു സഹവർത്തിത പഠനം, സഹകരണ പഠനം എന്നൊക്കെ നമ്മൾ പറയാറുള്ളത് പോലെ കുട്ടികളുടെ ഒരു കൂട്ടായ്മ, അതിലൂടെ കുട്ടികൾക്ക് ധാരാളം നിരവധിയായിട്ടുള്ള കഴിവുകളാണ് കിട്ടുന്നത്. നേതൃപാടവം, സൗഹൃദം, സാഹോദര്യം, കൂട്ടായി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒക്കെ കിട്ടുകയാണ്. അപ്പോൾ അത്തരത്തിൽ പാഠ്യേതര പ്രവർത്തനങ്ങൾ കുട്ടികളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും. സ്കൂളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അടിസ്ഥാനമിടുന്നത് ഭാവിയിലേക്കുള്ള ഇവരുടെ കലാകാരന്മാരുടെ, കലാകാരികളുടെ വരവിനെന്തിയും സഹായിക്കും. രണ്ടാമത്തെ കാര്യം. 3 എന്ന് പറയുന്നത് കുട്ടികളിലുള്ള പ്രശ്നങ്ങൾ, നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് കുട്ടികൾ അനുഭവിക്കുന്നത്. നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്ന കുട്ടികൾ നിരവധി സങ്കീർണമായ വൈവിധ്യപൂർണമായ ജീവിത യാഥാർത്ഥ്യങ്ങൾ കൊണ്ട് വരുന്ന നേർസാക്ഷ്യങ്ങളാണ്. അപ്പോൾ അനുഭവ സമ്പത്തുള്ള അധ്യാപകരെ സംബന്ധിച്ച് ഓരോ അധ്യാപകരുടെ ഉള്ളിലും ഒരു വലിയ പുസ്തകം എഴുതാനുള്ള പുസ്തകത്താളുകളുണ്ട്. കാരണം തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന കുട്ടികൾ ഓരോ ജീവിതങ്ങളാണ്. ആ ജീവിതങ്ങൾ, വ്യത്യസ്തമായ ജീവിതങ്ങളുടെ അനുഭവങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് അധ്യാപകരുടെ ഉള്ളിൽ വലിയ വലിയ കഥകൾ പറയാനുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് നിരവധിയായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് ഒരു 3-4 കുട്ടികളുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ. ഒന്ന്, മദ്യം, മയക്കുമരുന്ന്
കൊണ്ടുള്ള കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, 2 ഏകാന്തത, വീട്ടിലെ വൃദ്ധരായിട്ടുള്ള ആൾക്കാരൊക്കെ അനുഭവിക്കുന്ന ഏകാന്തത, അതുപോലെ തന്നെ ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, എല്ലാ പ്രശ്നങ്ങളും കുട്ടികളുടെ മുകളിലാണ് വന്നു വീഴുന്നത്. അപ്പോൾ ആ കുഞ്ഞു മനസ്സുകളിൽ അവരുടെ ബാല്യം കരിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. അത്തരം ഒരവസ്ഥയിൽ നമ്മൾ അധ്യാപകർക്ക് പാഠപുസ്തകങ്ങൾക്ക് അപ്പുറം കുട്ടികളുടെ ജീവിതം കാണാൻ കഴിയണം. അവിടെ ഒരു ഇരുട്ടിൽ, അവരുടെ കുഞ്ഞു മനസ്സിൽ ഇരുട്ടിൽ ചെറിയൊരു വെളിച്ചമാകാൻ അധ്യാപകർക്ക് ഓരോരുത്തർക്കും കഴിയും എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഷോർട്ട് ഫിലിമിലൂടെ കൊടുക്കുന്നത്. അത് തന്നെയാണ് ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേര്, വെളിച്ചത്തിലേക്ക്, ടു ദ ലൈറ്റ്. ആ ലൈറ്റിലേക്ക് നയിക്കാൻ അതിൻ്റെ അധ്യാപകർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾ നിന്നുകൊണ്ട് മനുഷ്യത്വപരമായിട്ട് കുട്ടികളുടെ കൂടെ ഒരു സ്കഫോൾഡറായി, ഒരു താങ്ങായി നിൽക്കാൻ അധ്യാപകർക്ക് കഴിയണമെന്നുള്ളതാണ് ഈ മെസ്സേജ്. അധ്യാപകന്റെ നിർമ്മാണത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന് പിന്തുണയേകിക്കൊണ്ട് PTA അംഗങ്ങളും സ്കൂളുകളിലെ മറ്റ് അധ്യാപകരും ഒപ്പമുണ്ട്. നാവായിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA പ്രസിഡന്റാണ്. എൻ്റെ പേര് ഹാരിസ് എന്നാണ്. നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ കലാവാസനകൾ പരിപോഷിപ്പിച്ചെടുക്കുന്നതിൽ ഏറെ ഗുണകരമായ ഒരു കാര്യമാണ് ഈ സ്കൂളിൽ അല്ലെങ്കിൽ ഈ സ്കൂളിൻ്റെ പശ്ചാത്തലത്തിൽ വെളിച്ചത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ഹ്രസ്വചിത്രം നമ്മുടെ ബഹുമാന്യനായ സുൽജിത്ത് സാറ് നിർമ്മിച്ച് സംവിധാനം ചെയ്തു. നമ്മുടെ വിദ്യാർത്ഥികൾ, അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, ശാരീരികമായും മാനസികമായും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് അവർ കടന്നു പോകുന്നത്. അപ്പോൾ അതെല്ലാം എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളത് ഒരു അധ്യാപകൻ കൂടെ നിന്നുകൊണ്ട്, അവരുടെ ജീവിതത്തിൽ കൂടെ നിന്നുകൊണ്ട് ഒരു അധ്യാപകൻ